ഹലോ ഗായ്സ്, അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ കോട്ടയിലാണ്. കണ്ണൂർ കോട്ട. അപ്പം എൻ്റെ ബാക്കിൽ കാണുന്ന ഇത് 1450കളിൽ പണിഞ്ഞ ഒരു കുതിരാലയം എന്നാണ് ഇവർ പറഞ്ഞത്. അതായത് കുതിരകളെ കെട്ടുന്ന സ്ഥലം. 600 വർഷം മുമ്പ് പണിഞ്ഞാണിത്. അപ്പോൾ നമുക്കിതിനകത്തോട്ടൊന്ന് കയറി നോക്കാം. ജസ്റ്റ് ഇതാണ് കുതിരാലയം എന്ന് പറയുന്നത്. ഇത് ഏകദേശം 600 ഇയേഴ്സ് മുമ്പ് പണിഞ്ഞതാണ്. അപ്പം 600 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ 1400കളിൽ പണിഞ്ഞതാണിത്. ഇത്രയും വർഷം പഴക്കമുള്ളതാണ്. അത് കുറേ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ആരൊക്കെയോ വരുന്നവർ എഴുതി വെച്ചതാണ് പേരൊക്കെ. പക്ഷേ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് പണിഞ്ഞത്. ഏകദേശം 600 വർഷം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു മുഗൾ എംപറേഴ്സിൻ്റെ കാലത്ത് തന്നെ പണിഞ്ഞതാണിത്. ഇത് അകത്തോട്ട് നടക്കാൻ പ്രത്യേക ഒരു ഇതാണ്. നല്ല അത്യാവശ്യം നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട്, ഒരു തണുപ്പ് ഒക്കെ ഉണ്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ. നല്ല രസമാണ്. അപ്പം നിങ്ങൾ ഈ കണ്ണൂരൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് കണ്ടിട്ടില്ലാത്തവരൊക്കെ വന്ന് കാണണം. അഥവാ നിങ്ങളിപ്പം എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ കണ്ണൂർ വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് ഈ കണ്ണൂർ കോട്ടയും താണ്ടി ഈ പ്ലേസസ് ഒക്കെ. കാരണം ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടെയൊക്കെ വരിക എന്ന് പറയുന്നത് തന്നെ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് സ്വസ്ഥമായിട്ടൊന്ന് കാണാൻ പറ്റി. അധികം ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. ഇതാണ് ആ ഒരു വൻ മതിൽ എന്ന് പറയുന്നത്. ഇതിനപ്പുറത്ത് ജയിലാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് തടവുകാരെ പാർപ്പിച്ചിരുന്ന ജയിലാണ് ഇതിനപ്പുറത്ത്. അതിന് കഴിഞ്ഞ് കടലാണ്. ഈ മതിലിനപ്പുറത്ത് കടലാണ്. പിന്നെ ഈ സൈഡിലാണെന്ന് തോന്നുന്നു ജയിൽ. അവർ പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് തടവുകാരെ പാർപ്പിച്ചിരുന്ന ജയിൽ ഇതാണ്ട് ഇതിനപ്പുറത്തെ ഭാഗത്താണ്. ആൻഡ് ഈ മതിലിനപ്പുറത്ത് കടലാണ്. തിരമാലകൾ അടിക്കുന്ന കാണാം. പിള്ളേർ ടൂർ വന്നിട്ടുള്ളതുകൊണ്ട് ഭയങ്കര വോയിസ് ആയിരിക്കും.